ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന തൻ്റെ അച്ഛനെ വിളിക്കുകയാണ് കേട്ടോ. ഗോവിന്ദനെ വിളിച്ചിട്ട് അച്ഛ, നന്ദു എവിടെ എന്ന് ചോദിക്കുമ്പോൾ നന്ദു റൂമിലാണ്, അവളെ എന്തിനാ പൂട്ടിയിട്ടിരിക്കുന്നത് എന്നിങ്ങനെ നയന ചോദിക്കുകയാണ് കേട്ടോ. അത് ചില പെൺകുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ കിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പൂട്ടിയിടേണ്ട ആവശ്യം വന്നാൽ പൂട്ടിയിടണം എന്ന് പറയാം കേട്ടോ. അച്ഛ, എന്താ ഈ പറയുന്നത്? 20 വയസ്സായ പെൺകുട്ടിയാണ്, അവളെ ഇങ്ങനെ പൂട്ടിയിടാനോ തളക്കാനൊന്നും നമുക്ക് അതിനുള്ള അർഹതയില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ പറയണേ, മാതാപിതാക്കൾക്ക് മക്കളൊരു ബുദ്ധിമുട്ടായാൽ ആണായാലും പെണ്ണായാലും പൂട്ടിയിടുക തന്നെ വേണം. ഒരു പേര് ദോഷം കേട്ട് കഴിഞ്ഞാൽ അതിന് വഴി വെച്ച് കൊടുക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. അതിന് ഇതാണ് ഏറ്റവും നല്ല മാർഗ്ഗം, അത് ചെയ്യണമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് നയനങ്ങനെ ചിന്തിക്കുകയാണ്, എന്തോ പ്രശ്നമുണ്ടല്ലോ, എല്ലാവരും തന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടല്ലോ, ആ പ്രശ്നം അത് താൻ തന്നെ അതിന് ഉത്തരം നൽകണം എന്ന് കരുതിയിട്ട് നയന പെട്ടെന്ന് അവിടെ നിന്ന് സ്കൂട്ടി എടുത്ത് തൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഈ സമയം ഗോവിന്ദൻ്റെ ഉമ്മറത്തിരുന്ന് പേപ്പർ വായിക്കുകയാണ്. ഗോവിന്ദനാണെങ്കിലോ നയനയെ കാണുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ്. ഈ സമയം മോളെ നീ വന്നോ എന്ന് ചോദിക്കുമ്പോൾ, എന്തിനാ അച്ഛൻ നന്ദുവിനെ പൂട്ടിയത്? അത് എനിക്കറിയണമെന്ന് പറയുമ്പോൾ, അത് ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞില്ല, ആ പ്രശ്നം അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അത് നീ അറിയണ്ട. നീയും ആദർശമോനും ഇപ്പോൾ വലിയ കുഴപ്പമില്ല എന്നാണ് നിൻ്റെ അമ്മ പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് നീ അത് അറിയണ്ട എന്ന് പറയുമ്പോൾ, അതെനിക്കറിയണം, അറിയാനുള്ള അർഹത എനിക്കില്ലേ? എൻ്റെ അനിയത്തിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, എൻ്റെ കൂടപ്പറപ്പുകൾക്ക് എന്തെങ്കിലും പ്രശ്നമല്ല വന്നാൽ ഞാനല്ലേ പരിഹരിക്കേണ്ടത്? അത് വേണ്ട, ഇത് ഞാൻ പരിഹരിച്ചോളാം, എന്നാൽ എനിക്ക് നന്ദുവിനെ കാണണം, അവളെ തുറന്നു വിടണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, മോളെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നീ നിൽക്കണ്ട, അവളെ തുറന്നു വിടേണ്ട. എന്തിനാണ് അച്ഛ അവളെ പൂട്ടിയിട്ടത് എന്നുള്ള സത്യം എന്നോട് പറ അച്ഛ എന്ന് പറയുമ്പോൾ, തൽക്കാലം നീ ഇപ്പോൾ അത് അറിയണ്ട, അത്രമാത്രം നീ മനസ്സിലാക്കിയാൽ മതി. എന്നാലും ഞാൻ അവളെ ഒന്ന് പോയി കാണട്ടെ, കണ്ടാലും ശരി അവളെ നീ തിരുത്തി നേരാക്കാനോ അവളെ പുറത്തോട്ട് വിടാനോ നീ മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട നയന എന്ന് ഗോവിന്ദൻ പറയുന്നു കേട്ടോ. പിന്നീട് അനിയുടെ റൂം തുറന്നു കൊടുക്കുമ്പോൾ നന്ദുവിൻ്റെ റൂം തുറന്നു കൊടുക്കുമ്പോൾ നന്ദു നയനയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. ചേച്ചി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്നെ പൂട്ടിയിട്ടിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ഇത് കേൾക്കുന്ന നയന ചോദിക്കുകയാണ്, എന്തിനാണ് നീ എന്നെ പൂട്ടിയിട്ടത്? അതെനിക്കറിയില്ല, അച്ഛൻ എന്തിനാണ് എന്നെ പൂട്ടിയിട്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു മനുഷ്യനൊരു കാരണവുമില്ലാതെ പൂട്ടിയിടില്ലല്ലോ, നീ എന്താ തെറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ, എനിക്കറിയില്ല ചേച്ചി, ഞാൻ എന്തായാലും ചേച്ചിക്ക് ചായ എടുക്കാം, നീ അങ്ങനെ ചായ എടുത്തിട്ട് വാക്കുകൾ തട്ടി മാറ്റാൻ നോക്കണ്ട, നീ ഇതിന് മറുപടി നൽകി. എനിക്കറിയില്ല ചേച്ചി, എന്തിനാ എന്നെ പൂട്ടിയിട്ടിരിക്കുന്നത് എനിക്കറിയില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അച്ഛൻ പറയുന്ന പുറത്ത് പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ പൂട്ടിയിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നയനക്ക് അവിടെ എന്തോ പന്തികേട് തോന്നണില്ല. അങ്ങനെ നന്ദു പറയാണ്, ഞാൻ ചായ എടുത്ത് വരാമെന്ന് പറഞ്ഞ് നന്ദു ചായ എടുക്കാൻ പോവാണ് കേട്ടോ. ഈ സമയം നയന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് നയന എന്ത് ചെയ്യും, നന്ദുവിൻ്റെ ഫോൺ എടുക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി 12 മണിക്ക് ഇവൾക്കൊരു ഫോൺ വന്നല്ലോ, അത് ആരാണെന്ന് അറിയണം, അന്നത്തെ ഡേറ്റും ഇതൊക്കെ വെച്ച് നോക്കണം. അപ്പോൾ അനിത എന്ന നമ്പർ മാത്രമാണല്ലോ ഇതിൽ കാണുന്നത്, വേറൊരു ഫോൺ നമ്പർ കാണുന്നില്ലല്ലോ, എന്തായാലും ഒന്നും കൂടി ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്യാണ്. അങ്ങനെ ആ 12 മണി സമയത്ത് വിളിച്ച് ആരാണെന്ന് നോക്കുമ്പോൾ അനിത എന്ന നമ്പർ തന്നെയാണ് കാണുന്നത്. അങ്ങനെ ആ നമ്പർ നോക്കുമ്പോൾ അത് അനിയുടെ നമ്പറാണല്ലോ. അപ്പോൾ അനിത എന്ന നമ്പർ സേവ് ചെയ്തത് എന്തിന്? അപ്പോൾ ആരും കണ്ടുപിടിക്കാതിരിക്കാനാണല്ലോ അനിത എന്ന നമ്പറിൽ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലെന്തോ വശവിഷയം ഉണ്ടല്ലോ എന്ന് നയന മനസ്സിലാക്കുന്നു. അങ്ങനെ നയന അനാമിക വന്ന ആ ഒരു സിറ്റുവേഷൻ ആലോചിക്കുകയാണ്. അനാമിക കനകത്തിനോട് സംസാരിച്ചാൽ കനക ഇങ്ങനെ കൈകൂപ്പി സംസാരിക്കുന്നതൊക്കെ നയന കണ്ടത് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തോ പന്തികേടുണ്ട്, ഞാനറിയാത്ത എന്തോ ഒരു രഹസ്യം ഇവർ മറച്ചു വെക്കുന്നുണ്ട്, അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നയന അവിടെ നിന്നും ഇറങ്ങണം കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദൻ മുറ്റത്തോട്ട് വരുമ്പോൾ, നയന നീ മോളെ കണ്ടോ? ആ കണ്ടു, അവളെവിടെ? അവൾ ചായ ഇടുന്നുണ്ട്, എന്നാൽ നീ ചായ കുടിച്ചിട്ട് പോയാൽ മതി. ഇല്ല, ഞാൻ പോകുന്നു. അപ്പോൾ എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല, ആരും എന്നോട് പറയണ്ട എന്ന് വെച്ച് നിങ്ങളെല്ലാം എന്നിൽ നിന്ന് മറച്ചു വെക്കല്ലേ, എന്നാൽ ശരി ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ നന്ദു വരികയാണ്. അപ്പോൾ എന്നാ ചേച്ചി ചായ എന്ന് പറയുമ്പോൾ നന്ദുവിനെ എങ്ങനെ നയനെ തുറിച്ച് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങാൻ കേട്ടോ. പിന്നീട് തൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഈ സമയം നന്ദു ചോദിക്കുകയാണ്, ചേച്ചി എന്തേലും അറിഞ്ഞോ, നീ എന്തേലും പറഞ്ഞോ എന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോൾ, ഞാനൊന്നും പറഞ്ഞില്ല, പിന്നെ എന്താണ് നിൻ്റെ ചേച്ചി വന്നതുപോലെ ദേഷ്യം പോലെ ഇറങ്ങിപ്പോയത്? നിൻ്റെ റൂമിൽ കയറി വന്നപ്പോഴാണല്ലോ നിൻ്റെ ചേച്ചിയുടെ മുഖം ദേഷ്യമായത്, നീ എന്തെങ്കിലും അവളെ അറിയിച്ചോ? ഇല്ല, അറിയിച്ചില്ല, പിന്നെ എന്താണ് ശരിക്കും ഇവിടെ ഉണ്ടായത് പറ എന്നിങ്ങനെ പറയുമ്പോൾ, എനിക്കറിയില്ല അച്ഛൻ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ നീ റൂം തുറന്ന് എന്ന് കരുതി നീ വീട്ടിൽ നിന്ന് വെളിയിൽ പോകാമെന്ന് കരുതി കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല. നിങ്ങൾ മക്കൾ ചെയ്ത പ്രവൃത്തിയുടെ ആ ഫലം അനുഭവിക്കുന്നത് ഞാനും നിൻ്റെ അമ്മയുമാണ്. ഒരുത്തി മൂത്തവൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ തലവേദന മാറുമ്പോഴേക്കും അടുത്തവൾ ഇനി ഉണ്ടാക്കാൻ ഒരുങ്ങണ്ട. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചോ, അല്ലെങ്കിൽ ഈ ഗോവിന്ദൻ്റെ മുഖം നീ കാണും. വയസ്സുകാലത്ത് എനിക്ക് ജോലിയെടുക്കാൻ പോലും പറ്റാതെ ഏങ്ങി വലിച്ചും കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തിന്നാൻ തരുന്നത്, അത് നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് നന്ദി എന്ന് പറയുമ്പോൾ നന്ദി കരഞ്ഞും കൊണ്ട് അകത്തോട്ട് ഓടിപ്പോവാണ് കേട്ടോ.
എന്നാൽ ഈ സമയം നയനയാണെങ്കിലോ തൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അങ്ങനെ കനകത്തിൻ്റെ മുന്നിലോട്ട് പോവുകയാണ്. അപ്പോൾ കനകൻ ചോദിക്കുകയാണ്, നീ എന്തിനാ മോളെ ഇത്ര പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയത്? അത്യാവശ്യമുണ്ടായിട്ട്. അതെന്താ അത്യാവശ്യം? എനിക്ക് നന്ദുവിനെയും അതേപോലെ അച്ഛനെയും കാണണമെന്ന് തോന്നി. നന്ദുവിനെ റൂമിൽ അടച്ചിട്ടത് എന്തിനാണെന്നുള്ള സത്യം അറിയണമെന്ന് തോന്നി. നന്ദുവിനെ റൂമിൽ അടച്ചിട്ടിരിക്കുക. പിന്നെ അമ്മ അറിഞ്ഞില്ല. എല്ലാം മോളെ ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ആ തപ്പിപ്പിടുത്തം കാണുമ്പോൾ തന്നെ നയനക്ക് സംശയം തോന്നാണ്. അങ്ങനെ നയനയോട് പറയാണ്, എന്തിനാ മോളെ നീ പോയത്? നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് മറച്ച് വെച്ചിരിക്കുന്ന ആ രഹസ്യം കണ്ടെത്താൻ. എന്ത് രഹസ്യം? അത് മോളുടെ തോന്നലാണ്. അങ്ങനെ ഒരു രഹസ്യവുമില്ല. ഉടൻ തന്നെ എനിക്കറിയാം നിങ്ങൾ എന്ത് രഹസ്യമാണ് കണ്ടെത്തുന്നത്. എന്നാലും നിങ്ങൾ എന്നോട് പറയാൻ ഒരുങ്ങുന്നില്ലെങ്കിൽ ഞാനായിട്ട് കണ്ടുപിടിച്ചോളാം. പണ്ടൊക്കെ എന്ത് കാര്യം വീട്ടിൽ നടക്കുമ്പോഴും എന്നോടായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് നയന കിരണിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കിരൺ പറയുകയാണ്, നന്ദുവിൻ്റെ ഫോണിലോട്ട് കൂടുതൽ ഫോൺ വന്നിട്ടുള്ളത് അനിത എന്ന നമ്പറിലാണ്. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ രഹസ്യമുണ്ട്. അപ്പോൾ ഞാൻ സംശയിച്ചത് ശരിയാണെന്ന് എങ്ങനെ നയനക്ക് മനസ്സിലാവുകയാണ്. അതാണ് ഞാൻ നിങ്ങളെ സഹായം തേടിയത് എന്ന് കിരണോട് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വെക്കണം കേട്ടോ. പിന്നീടാണെങ്കിലോ നേരെ പോകുന്ന അനിയുടെ മുന്നിലോട്ടാണ്. അങ്ങനെ അനിയോട് പറയാണ്, നിനക്ക് എന്താ പ്രശ്നം? നീ എന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? എൻ്റെ പ്രശ്നം ഇപ്പോൾ ഈ വീട്ടിൽ ആർക്കും അറിയാൻ താല്പര്യമില്ലല്ലോ. കാരണം പണ്ടൊക്കെ എൻ്റെ ആദർശേട്ടനും അതുപോലെ ആദർശേട്ടൻ്റെ അച്ഛനും എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നന്മ മാത്രം ചെയ്യുന്ന ഒരു ആളായിരുന്നു. മറ്റുള്ളവരുടെ മനസ്സ് തിരിച്ചറിയുന്ന ഒരാളായിരുന്നു. എന്നാൽ എൻ്റെ വിവാഹകാര്യം എത്തിയപ്പോൾ അവരുടെയൊക്കെ സ്വഭാവം മാറി. എനിക്ക് ഈ വിവാഹത്തിനോട് അത്ര താല്പര്യമില്ല എന്ന് പറയുമ്പോൾ, അതെന്താ താല്പര്യമില്ലായിക? അതാണ് എനിക്ക് അറിയേണ്ടതെന്ന് പറയുമ്പോൾ അനി അവിടെ തപ്പിപ്പിടിക്കുന്നു കേട്ടോ. അങ്ങനെ നയനയോട് പറയാണ്, അനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എങ്ങനെയെങ്കിലും ഈ വിവാഹം വേണ്ടെന്ന് വെച്ച് തരാൻ പറ്റുമോ? അതെന്താ നീ അങ്ങനെ പറയുന്നത്? അതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാരണം വിവാഹം അടുത്ത് ഇരിക്കുന്ന സമയം. ഒന്നാമത് ആദർശേട്ടൻ്റെ അമ്മക്കും മറ്റുള്ളവർക്കും ഇവിടെ ഒരു ചർച്ചാ വിഷയമുണ്ട്. ഈ വീടിന് പറ്റിയ മരുമകളാണ് നയന എന്ന് ഈ അനാമിക എന്ന് സ്റ്റാറ്റസ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും എല്ലാം തറവാടിത്തം എല്ലാം ഉള്ളൊരു പെൺകുട്ടിയാണ് അനാമിക. അങ്ങനെ കുലമഹിമ ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ സ്വഭാവം എന്നൊരു കാര്യം അവൾക്കില്ല. അവൾക്ക് മാത്രമുള്ള സ്വാർത്ഥ താല്പര്യമുള്ളൂ. അങ്ങനെ ഒരു എടുത്തുചാട്ടക്കാരിയെ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. വിവാഹം അടുത്തിരിക്കുന്ന സമയത്ത് ഇനി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് പിന്നോട്ട് വെക്കാൻ പറ്റില്ല എന്ന് പറയാനായിട്ടാ. അങ്ങനെ അവിടെ നിന്നും അങ്ങ് നയന പോവാണ്. പിന്നീട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്തോട്ടാണ് പോകുന്നത്. അങ്ങനെ ചായയൊക്കെ കൊടുത്ത് അവരോട് പറയാണ്, എന്തോ എനിക്ക് ഈ വിവാഹത്തിന് വലിയ താല്പര്യമില്ലാത്തതുപോലെ. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, വിവാഹം അടുത്തിരിക്കുന്ന സമയത്താണ് അവന് താല്പര്യമില്ലായിക. അപ്പോൾ ഉടൻ തന്നെ മുത്തശ്ശി പറയാണ്, അതെന്താ അങ്ങനെ ഒരു തോന്നൽ അവന് ഉണ്ടാവാൻ? എനിക്കറിയില്ല. എന്തോ അവൻ തുടക്കം മുതലേ അത് പറയുന്നുണ്ട്. അപ്പോൾ അവന് ആ പ്രണയിച്ചത് എങ്ങനെയാണ്? അവനൊരു ആരാധിക എന്നുള്ള ആ തിടുക്കത്തിൽ അവളെ കണ്ടു എന്നല്ലാതെ ഒരു പ്രണയം അവർക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. എന്തായാലും വിവാഹം അടുത്തു. ഞാൻ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും വാക്കും കൊടുത്തു. എൻ്റെ വാക്കിനെ പിന്തിരിപ്പിക്കാൻ പറ്റില്ല. അത് ഈ മൂർത്തിക്ക് സഹിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ്. അതുകൊണ്ട് നയന അനികി എന്ന് പറയുന്നവൻ പക്വത കുറവുള്ളവനാണ്. ഇനി ആദർശ് തൻ്റെ ചുമതലകളെല്ലാം ഏൽപ്പിക്കാൻ പോകുന്നത് അനിയിലാണ്. അതുകൊണ്ട് തന്നെ ആ പക്വത അവനിൽ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഈ അടുത്തിരിക്കുന്ന സമയത്ത് അവനെ പിന്തിരിപ്പിക്കുന്നത് ശരിയല്ല. നമ്മളെല്ലാവരും അവൻ്റെ ഒപ്പം നിന്ന് ആ വിവാഹം നടത്തി കൊടുക്കുകയാണ് വേണ്ടത്. പിന്നീട് അവന് അത് ഏറ്റവും നല്ലത് എന്ന് തോന്നിക്കോളും എന്ന് പറയുമ്പോൾ നയന തീരുമാനമെടുക്കുകയാണ്. ശരിയാണ് ഇവർ പറയുന്നത്, ഞാനും ഇവർക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുമ്പോൾ നയനയുടെ മനസ്സിൽ പല ചോദ്യങ്ങളുണ്ട് കേട്ടോ. ആ ചോദ്യത്തോടു കൂടിയിട്ടാണ് നയന അവിടെ നിന്നും ഇറങ്ങുന്നത്.